അങ്ങനെ നീണ്ട 50 ദിവസത്തിന് ശേഷം ഞങ്ങളുടെ ഈസ്റ്റർ എത്തിയിരിക്കുകയാണ്. രാവിലെ കുർബാനയ്ക്കൊക്കെ പോയി. ആക്ച്വലി ഞങ്ങൾക്ക് നൈറ്റായിരുന്നു കുർബാന. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു. വീട്ടിൽ ഞങ്ങൾക്ക് പൈതലോട്ടുണ്ടായിരുന്നു. അപ്പം നേർച്ചയ്ക്കുള്ള സാധനങ്ങളൊക്കെ ശരിയാക്കി. ഞങ്ങളുടെ പള്ളിയിലായിരുന്നു ഈ കൊല്ലം ഞങ്ങൾക്ക് നേർച്ച കേട്ടോ. അങ്ങനെ പപ്പയൊക്കെ വന്നു, അമ്മയും വന്നു, തിരിയൊക്കെ കത്തിച്ചു, വിളക്കൊക്കെ കത്തിച്ചു. ഞങ്ങൾ ചെറിയൊരു പ്രാർത്ഥന പോലെയൊക്കെ നടത്തി. ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് നോക്കാൻ ഭയങ്കര രസമുണ്ട്, ഭയങ്കര ഭംഗി. രാവിലെ കാണാൻ നല്ല മഞ്ഞൊക്കെ വീശുമല്ലോ, മഞ്ഞൊക്കെ വന്ന് മൂടിക്കിടക്കുന്നു, നല്ല രസം. അങ്ങനെ ചാച്ചരോടെ കുറച്ച് നേരം ഇരുന്നു. പിന്നെ അച്ഛൻ വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് പൈതലോട്ടിന് പിള്ളേരെ എത്തി. 12 പൈതങ്ങളുടെ നേർച്ചയെന്ന് പറയും ഞങ്ങളിതിനെ. 12 പിള്ളേരെ ആൺകുട്ടികളെ നിരത്തിയിരുത്തി. അങ്ങനെയാണ് നമ്മൾ നേർച്ചാട്ടിനെ. അങ്ങനെ 2 മുതുക്കായ 2 ചെറുക്കന്മാരെ നിർത്തി, വേറെ ഒന്നുമായിട്ടല്ല, 2 പേരെ കുറവുണ്ടായിരുന്നു. അങ്ങനെ കയറ്റിയിരുത്തി. ആ കൂട്ടത്തിലിരിക്കാൻ ചാച്ചയ്ക്കും ഭാഗ്യം കിട്ടി. അങ്ങനെ കഴിച്ച് ഞങ്ങൾ ലാസ്റ്റ് 8 മണിയായപ്പോഴത്തേക്കും വീട്ടിൽ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഹാപ്പി ഈസ്റ്റർ.